ഹായ് നമസ്കാരം അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേഴ്സിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളാട്ടോ. നിങ്ങൾ പേഴ്സിനുള്ളിൽ ഇതൊക്കെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യദേവത കനിയൂലാട്ടോ. വസ്തുശാസ്ത്ര പ്രകാരമാട്ടോ ഞാൻ പറയണത്. അത് പല കാര്യങ്ങളും നമുക്ക് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റിയേക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന വീഡിയോയിലേക്ക് കടക്കാം. പണം കയ്യിലുണ്ടെങ്കിലും അത് പെട്ടെന്ന് ചിലവായി പോകുന്നുണ്ടെന്ന് പലരും വന്നിട്ട് പരാതി പറയുന്നുണ്ട്. വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവാണ് സംഭവിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്താണ്? വസ്തുശാസ്ത്ര പ്രകാരം പേഴ്സിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെ ശരിയാവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പൈസ നമ്മൾ സൂക്ഷിക്കുന്ന എവിടേക്കാണ്? ചിലർ പേഴ്സിലായിരിക്കും, ചിലർ ഹാൻഡ് ബാഗിലായിരിക്കും. സ്ത്രീകൾ ഹാൻഡ് ബാഗിലും പുരുഷന്മാർ പേഴ്സിലും. പണം കയ്യിൽ നിൽക്കണമെങ്കിൽ ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കല്ലേ. എന്താ അറിയോ? പഴയ കാർഡ്, ഏതോ കാലത്ത് തന്ന കാർഡുകൾ, പിന്നെ ഏതെങ്കിലും ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് തരുമല്ലോ, വിസിറ്റിംഗ് കാർഡ്. അത് ഏതോ കാലത്തെ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള കാർഡൊക്കെ ആയിരിക്കും. അതൊക്കെ ഇപ്പോഴും പേഴ്സിൽ കൊണ്ടെടുക്കുന്നുണ്ടാവും. ഏതോ കാലത്ത് ആരോ തന്ന ഫോൺ നമ്പർ, അങ്ങനെ പല പല നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്പയർ ആയിട്ടുള്ള കാർഡുകളൊന്നും പേഴ്സിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക കേട്ടോ. ആ തെറ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് ഐശ്വര്യം വരാൻ കുറച്ച് പാടാം. പിന്നെന്താണ്? മൂർച്ചയുള്ള വസ്തുക്കളൊന്നും പേഴ്സിൽ വെക്കാൻ പാടില്ല. പിന്നെ സൂചി പോലുള്ള സാധനങ്ങൾ അറിയാതെങ്ങാനും എടുത്തിട്ട് പേഴ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്ക് കേട്ടോ. കൂടാതെ ചാവി പേഴ്സിൽ വെക്കാൻ പാടില്ല. ഇത് ചെയ്യുന്നത് മിക്കവാറും സ്ത്രീകളായിരിക്കും. ഹാൻഡ് ബാഗിലോ ചാവി വെക്കൽ. പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ വാതിലൊക്കെ പൂട്ടി പെട്ടെന്ന് എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരു പതിവുണ്ട് സ്ത്രീകൾക്ക്. ചാവി ബാഗിൽ വെക്കുന്നത് നല്ലതല്ല, ഐശ്വര്യം വരൂല എന്നാണ് വസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത് കേട്ടോ. പിന്നെ ചിലർക്കുള്ള പരിപാടിയാണ് പഴയ കറൻസി. പഴയ ഏതോ കാലം പഴക്കമുള്ള നോട്ടുകളും ഉപയോഗിക്കാത്ത, പിന്നെ നമ്മുടെ മോദിജി നിരോധിച്ച 1000-ൻ്റെയും 2000-ൻ്റെ നോട്ട്, 2000-ൻ്റെ 1000-ൻ്റെ നോട്ടൊക്കെ ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ പേഴ്സിൽ. ചിലപ്പോൾ പല രാജ്യങ്ങളിലുള്ള കറൻസി ചിലപ്പോൾ അതൊന്നും ഇവിടെ എടുക്കലുണ്ടാവില്ല, എക്സ്പയർ ആയതായിരിക്കും. എന്നാലും ഓർമ്മക്ക് കൊണ്ട് നടക്കുക പേഴ്സിനുള്ളിൽ. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്ക്. വേണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി. എക്സ്പയർ ആയതൊന്നും വേണ്ട ഒക്കെ എത്താം. ഓക്കെ, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കിയാൽ കേട്ടോ. പിന്നെ പീടികയിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ ബില്ലും, ചിക്കൻ വാങ്ങിയതിൻ്റെ ബില്ലും, മീൻ വാങ്ങിയതിൻ്റെ ബില്ലും, മൂക്ക് പൊന്നെടുത്തതിൻ്റെ ബില്ലും, പിന്നെ മരുന്നിൻ്റെ ബില്ലും, അതെല്ലാം കൂടെ ഏതോ കാലത്തുള്ളതും പുതിയതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് പേഴ്സിനുള്ളിലാണ് വെക്കുക. ഇതൊക്കെ നിർഭാഗ്യം കൊണ്ടുവരുന്നതിൽ യാതൊരു ഇതുമില്ല കേട്ടോ. സത്യമാണ് പറയണത്. അതൊക്കെ എടുത്തൊന്ന് ഒഴിവാക്കിയേക്ക്. അതൊന്നും അതിൻ്റെ ഉള്ളിൽ വെക്കണ അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവസ്ഥ എന്താ? നമ്മൾ പഴയതും പുതിയതൊക്കെ പാടെ മിക്സാക്കി മിക്സർ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട സാധനം പെട്ടെന്ന് കിട്ടൂല. ഇതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദൗർഭാഗ്യം അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് മുതൽ താത്തമാരും ഉമ്മമാരും ആങ്ങളമാരൊക്കെ ഒന്ന് അടുത്തൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കിയിട്ട്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഭാര്യേൻ്റെ ഫോട്ടോ, ഭർത്താവിൻ്റെ ഫോട്ടോ, മക്കളെ ഫോട്ടോ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ വെക്കുന്നവരുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ഉപ്പയോട് സ്നേഹമുള്ളവർ അങ്ങനെ വെക്കുന്നവരുണ്ടാവും. ഈ ഫോട്ടോ ഒന്നും പേഴ്സിൽ വെക്കണത് നല്ലതല്ല, ഐശ്വര്യത്തിന് നല്ലതല്ല അതൊന്നും. അതൊക്കെ എടുത്തങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. മനസ്സിൽ മതി സ്നേഹം. പേഴ്സിനുള്ളിൽ ഭാര്യ പിറ്റേന്ന് തിരുമ്മാൻ വേണ്ടി ഡ്രസ്സ് എടുക്കുമ്പോൾ അതൊക്കെ തപ്പുമ്പോൾ അവളെ ഫോട്ടോ കാണുമ്പോൾ ഒക്കെ കുറച്ച് സ്നേഹം തോന്നട്ടെ, അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ടാവും. അല്ലാതെ നല്ല സ്നേഹമുള്ളവരൊക്കെ ആയിരിക്കും. ഈ ഫോട്ടോ വെച്ചുകൊണ്ടൊന്നും സ്നേഹം കൂടാനും കുറയാനൊന്നും പോകണില്ല. അപ്പോൾ ഫോട്ടോ വെക്കണ വലിയ നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുശാസ്ത്ര പ്രകാരം നടക്കുന്ന തന്നെയാണ്. നമ്മൾ പ്രപഞ്ചത്തിലും വിശ്വസിക്കണം, നമ്മളെ ഖുറാനിലും ബൈബിളിലും ഭഗവത്ഗീതയിലും ഒക്കെ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അംഗീകരിക്കണം. നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം വരികയെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ബൈ, സീ യു.